പല ട്രെയിനേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്, അവർ ലഹരി ഉപയോഗിക്കുന്നത്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. ഇതൊക്കെ പാരന്റ്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഈ പാരന്റ്സിന് ഒന്നും ശരിയായ പാരന്റിംഗ് ക്ലാസുകൾ കിട്ടാത്തതുകൊണ്ടാണ്. ഇതൊക്കെ ശരിയാണോ? എന്തെങ്കിലുമൊക്കെ പറയേണ്ടവർക്ക് ഈ പാരന്റിംഗ് ട്രെയിനിങ് എടുക്കുന്ന ആളുകളുടെ മുമ്പിൽ വന്നിരിക്കുന്ന സാധുക്കളായിട്ടുള്ള ആളുകളുടെ തലയിലേക്ക് എല്ലാ പാപഭാരവും വെച്ചു കൊടുത്തിട്ട് കുറേ ഒളിച്ച കോമഡിയും പറഞ്ഞ് കുറേ ഇമോഷണലാക്കി അവരെ കണ്ണീരും അണിയിച്ചുകൊണ്ട് വിട്ടിട്ട് എന്താ കാര്യമുള്ളത്? പാവപ്പെട്ട പ്രവാസി നാട്ടിൽ നിന്ന് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് തൻ്റെ മക്കളെ വളർത്തുന്നു. അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് അവരുടെ കൂടെ പഠിക്കാനിരുന്ന് അവരുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്ത് അവർ വളരുന്നതും നോക്കി കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന എത്ര അമ്മമാരുണ്ട്. ഈ മാതാപിതാക്കളെയൊക്കെ ഒന്നിച്ചങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് കുറ്റപ്പെടുത്തി നിങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള പാരൻറ്റിങ് കിട്ടിയിട്ടില്ല, നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മക്കളൊക്കെ കേടുവന്നു പോയതെന്ന് പറയുന്നത് എന്തുമാത്രം വിഡ്ഢിത്താണത്! അവരെ പരിഹസിക്കലല്ലേ അത്? അവരെ കൊച്ചാക്കി കാണലല്ലേ? എത്ര മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അബ്രഹാം ലിങ്കൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി പോലെയുള്ള ആളുകളില്ലേ? അവരുടെയൊക്കെ അമ്മമാർക്ക് പാരന്റിങ്ങിൽ ട്രെയിനിങ് കിട്ടിയിട്ടാണോ? പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കൊച്ചിന് മുലയൂട്ടാനുള്ള സ്കില്ല് ഒരമ്മയ്ക്ക് ലഭിക്കുന്നത് പോലെ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ചെറുപ്പത്തിൽ ഇങ്ങനെ സംസാരിക്കാനും നടക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ അത് ജന്മസിദ്ധമായും സ്വാഭാവികമായും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ചില സമയത്തൊക്കെ ചില അഡ്വൈസൊക്കെ വഴിതെറ്റിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന സമയത്ത് വേണ്ടി വന്നേക്കാം. അതല്ലാതെ അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ കാര്യമൊന്നുമല്ല. ആ ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടും അല്ല മക്കള് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളുടെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഇൻപുട്ടിൻ്റെയൊക്കെ പ്രശ്നമാണ്. ഈ പാരൻറ്റിങ് എടുക്കുന്ന ആളുകളുടെ മുമ്പിലൊന്നും ഇവന്മാർ വന്നിരിക്കില്ല. എണീച്ചു പോടാന്ന് പറയും കുട്ടികൾ, ഇവരോട് സംസാരം നിർത്തി പോകാൻ പറയും. അവർ ഡെബ്സിയുടെ മുമ്പിലോ വേടൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻപുട്ടാണ് ലഹരിയായിട്ടും അക്രമമായിട്ടും സ്വഭാവ ദൂഷ്യങ്ങളായിട്ടും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അതിന് സോഷ്യൽ മീഡിയയും മറ്റൊക്കെ ഒരു കാരണമാണ്. എല്ലാ പഴിയും കേൾക്കാൻ പാരൻസ് എന്ന് പറയുന്ന ഒരു സമൂഹം ഇങ്ങനെ ബാക്കിയായിരിക്കുക.